നിങ്ങൾ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിൻഡോ സീറ്റിലിരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ബോർഡിംഗ് പാസ് എടുക്കുന്ന സമയത്ത് അവിടെ അവരോട് ചോദിക്കുക, ഇത് എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റാണ്, എനിക്ക് വിൻഡോ സീറ്റ് തരാൻ പറ്റുമെന്ന്. അപ്പോൾ അവർക്ക് ശരിക്കും അവർ നമുക്ക് തരും. കാരണം നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് പാവല്ലേ, വിൻഡോ സീറ്റിലിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ നമുക്ക് തരും. പക്ഷേ എനിക്ക് കിട്ടി, ഞാൻ ഇതിൽ നിന്ന് സീറ്റ് മാറിപ്പോയി. എ എയിലിരിക്കുന്നതിന് പകരം ഡിയിൽ അടിയിരുന്നത്. അപ്പം എന്തായി, അത് വേറെ ഒരാളെ സീറ്റാണ്. പക്ഷെ എന്നോട് മാറിയിരിക്കാൻ പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ആ സീറ്റിൽ ഇരുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത്. രാത്രി കയറി പകലായപ്പോഴാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രിയത്തതും കാണാൻ പറ്റി, പകൽ സൂര്യൻ ഉദിച്ച് വരുന്നതും കാണാൻ പറ്റി. ഇന്ത്യ വിട്ട് ആദ്യമായിട്ട് ഞാൻ പുറത്തോട്ട് പോകാൻ കേട്ടോ. അത് ഞാൻ യുഎയിലേക്കാണ് പോകുന്നത്. കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം വിസയൊക്കെ റെഡിയായി. ശരിക്കും നമ്മൾ ഈ സന്തോഷം കൊണ്ട് ഭക്ഷണമൊന്നും ഇറങ്ങില്ല, കണ്ണ് നിറഞ്ഞിട്ട് ഭക്ഷണം ഇറങ്ങാണ്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അറിഞ്ഞത് വിസ വന്നു എന്ന് കേൾക്കുമ്പോഴാണ്. കാരണം വിസയ്ക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് വിസ വരുമോ എന്ന് ആലോചിച്ച് ഇരിക്കുകയായിരുന്നു. പേടിയായിരുന്നു, പൈസ പോവുമോ, വിസ റെഡി ആവില്ലേ എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് വിസ റെഡിയായി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നപ്പോൾ ശരിക്കും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് എനിക്ക് ഭക്ഷണം പോലും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ് എനിക്ക് വിസയൊക്കെ റെഡിയായി. അപ്പം തന്നെ അന്ന് തന്നെ പോയിട്ട് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തത്. കാരണം എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, എൻ്റെ ഏട്ടൻ്റെ അടുത്തേക്ക് പോകണം. അത് മാത്രമേ മനസ്സിലാഗ്രഹം ഉണ്ടായിട്ടുള്ളൂ. എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ പോകുന്നതിൽ. സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. കാരണം ആ ഏട്ടൻ്റെ അടുത്തേക്കാണല്ലോ പോകുന്നത്, അപ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും കൂടെ ഇത്ര ദിവസം ഉണ്ടായിട്ട് പോകുമ്പോൾ ആർക്കായാലും സങ്കടം ഉണ്ടാവും. വിസ വന്നപ്പോൾ ടിക്കറ്റ് എടുക്കാൻ മാത്രമേ ഉണ്ടായുള്ളൂ. കാരണം പാക്കിങ്ങൊക്കെ ഞാൻ മുന്നേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിസ വരുമെന്ന് എല്ലാവർക്കും സംശയമായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുമോ, എല്ലാം റെഡി ആവുമെന്ന്. പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കൊരു വിശ്വാസമുണ്ട് റെഡിയാവും. ഫ്ലൈറ്റ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അല്ലാണ്ട് അതിലിരിക്കാൻ നല്ല സുഖം. കാരണം അത് നീങ്ങുന്ന പോലെ ഉണ്ടാവില്ല.